പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെന്ന് പറഞ്ഞാൽ ഭാവി തലമുറയെ നിർണ്ണയിക്കുന്നവരാണ്. അവര് നല്ല ഗുണത്തോടു കൂടി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം നന്നായി വരും. നമ്മുടെ കുടുംബജീവിതം, നമ്മൾ വിഭാവനം ചെയ്യുന്ന നമ്മുടെ ലോകമൊക്കെ വളരെ മനോഹരമാവും. എന്നാൽ ഈ കുട്ടികൾ വഴിതെറ്റി പോകുമ്പോഴോ നമ്മുടെ തന്നെ ജീവിതം ദുസ്സഹമാവും. അവരുടെ ജീവിതവും വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഈ സമൂഹത്തിനും ഒരു ഗുണവും കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ചിന്തിക്കുന്നത് തങ്ങളുടെ മക്കൾ ഏറ്റവും നല്ല ഗുണസമ്പന്നരായി വളരണം എന്നുള്ളതാണ്. എന്നാൽ പലർക്കും തങ്ങളുടെ മക്കളുടെ പോക്കുകളൊക്കെ കാണുമ്പോൾ വളരെയധികം വിഷമതകളുണ്ട്. കാരണം ഒരുപാട് പ്രയാസങ്ങൾ ക്യാരക്ടറിൽ കാണപ്പെടുക, ഒരുപാട് അഹങ്കാരത്തോടെ പെരുമാറുക, ദേഷ്യം കൂടുക, വേണ്ടാത്ത കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചാടുക, ഒരുപാട് ദുശീലങ്ങളിൽ ചെന്ന് പെടുക, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട്. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരുമ്പം ഈ കുട്ടികളെ എങ്ങനെ തിരുത്തണം എന്നാണ് പലരും ചിന്തിക്കാറുള്ളത്. ഈ കതിരിന്മേ വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. കുഞ്ഞുകാലത്ത് നമ്മൾ ആ കുട്ടികളിലുള്ള സ്വഭാവ വൈകല്യങ്ങൾ തിരുത്തി മുന്നോട്ട് പോവുകയായിരിക്കും ഏറെ ഉത്തമം. അപ്പോൾ പണ്ട് കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കുട്ടികളെ ഒരു ആശീർവാദം എന്നുള്ള രീതിയിൽ ഒരു മന്ത്രക്രിയ ചെയ്യുമായിരുന്നു. കുട്ടികളെ 4 വയസ്സ് മുതൽ 9 വയസ്സ് വരെയുള്ള പ്രായത്തിൽ ആൺ പെൺ ഭേദമില്ലാതെ ഒരു സ്വസ്തി വചനം പറഞ്ഞ് അവരെ അനുഗ്രഹിക്കുമായിരുന്നു കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. കാര്യം ആ സ്വസ്തി കിട്ടിയ കുട്ടികൾ പിന്നീട് ജീവിതത്തിൽ വളരെയധികം ഗുണപരമായിട്ട് വളർന്നിട്ടുണ്ട്. അന്നത് ചെയ്തിരുന്നത് നമ്മുടെ ഗുരുക്കന്മാരായിരുന്നു. അതായത് ഒരു പള്ളിക്കൂടത്തിൽ ചേർക്കാൻ പോകുമ്പോൾ അന്ന് ആശാൻ പള്ളിക്കൂടങ്ങളുണ്ട്, അല്ലെങ്കിൽ ഗുരുകുലത്തിൽ നിന്ന് പഠിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ കുട്ടികളെ ഒരു പ്രത്യേക രീതിയിൽ ആശീർവദിച്ചാണ് ആ ഗുരുക്കന്മാരെ പഠനത്തിലേക്ക് ഇറക്കുന്നത്. കാര്യം ഇത് ഗുരുക്കന്മാർക്ക് മാത്രമല്ല, അച്ഛനമ്മമാർക്ക് ഇത് ചെയ്യാൻ പറ്റും, അമ്മാവന് ചെയ്യാൻ പറ്റും, മുതിർന്ന ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ആ ആശീർവാദം എന്ന് പറയുന്ന കാര്യം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ബുദ്ധിമണ്ഡലത്തിൽ നല്ല ശീലങ്ങൾക്ക് പകരം ചിലപ്പോൾ തെറ്റായിട്ടുള്ള ചില പ്രവണതകളും കടന്നുകൂടാറുണ്ട്. ഇതിനൊരു കാരണം ഈ അച്ഛനമ്മമാരുടെ വയലൻസ്, അച്ഛനമ്മമാരിൽ ആർക്കെങ്കിലും ദുശീലങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. എങ്കിലും കുട്ടികൾക്ക് ഇത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവർക്കും തിരുത്താൻ പറ്റുമല്ലോ. അതിനെല്ലാം അവരുടെ ബുദ്ധി സാത്വികമായിട്ടുള്ള ഗുണത്തിലേക്ക് സഞ്ചരിക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു ആശീർവാദ ക്രിയയുണ്ട്. വളരെ മൂല്യമുള്ള ഒരു കാര്യമാണിത്. പലപ്പോഴും നിങ്ങൾ പല വീഡിയോകളും കണ്ടിട്ട് അങ്ങ് സ്കിപ്പ് ചെയ്ത് പോകുന്നത് പോലെ ഇത് കളയരുത്. കാര്യം നിങ്ങളുടെ കുട്ടികളുടെ ഭാവി തലമുറ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വിലയുള്ള ഇതാണ്. നമ്മൾ ഈ ആശീർവാദം ഒന്ന് പഠിച്ചു വെച്ച് കുട്ടികളുടെ ശിരസിൽ ഇതൊന്ന് തൊട്ട് ജപിച്ചു കൊടുത്താൽ അവർ നല്ല കുട്ടികളായിട്ട് വളർന്നു വരാനുള്ള സാധ്യത ഏറെയാണ്. പിന്നെ കുട്ടികളുടെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക, നല്ല കാര്യങ്ങൾ ചൊല്ലിക്കൊടുക്കുക, ഇതൊക്കെ വേണം. എങ്കിൽ ഈ ആശീർവാദം അവരുടെ ജീവിതത്തിന് വളരെയധികം മാറ്റം ഉണ്ടാക്കും. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ ഈ ആശീർവാദം എന്ന് പറയുന്നത് കുട്ടികളുടെ ചിന്താമണ്ഡലത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതാണ്. ഇത് 4 വയസ്സ് മുതൽ മാക്സിമം 9 വയസ്സ് വരെ പോകാം. 8 വയസ്സിൽ ചിലരെടുത്ത് തീർക്കാറുണ്ട്. എങ്കിലും 9 വയസ്സ് വരെ പോകാം. ആ ബുദ്ധിമണ്ഡലത്തിലേക്ക് ആ ഏറ്റവും നല്ല ഗുണങ്ങൾ പ്രകാശിക്കുന്ന ഒരു സമയമാണ് ഇത്. ഏറ്റവും നേരത്തെ ചെയ്താൽ നല്ലതാണ്. 4 വയസ്സിൽ ചെയ്യാമെങ്കിൽ നല്ലത്. 3 വയസ്സിലും ഇപ്പം ചെയ്യുന്നുണ്ട് കേട്ടോ. ആശീർവാദം നമ്പൂതിരി ഗൃഹങ്ങളിലൊക്കെ പലയിടത്തും 3 വയസ്സിലും ചെയ്യുന്നുണ്ട്. കാര്യം വിദ്യാരംഭം 3 വയസ്സിൽ തന്നെ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് 3 വയസ്സിലും ചെയ്യുന്നുണ്ട്. എന്തായാലും കുട്ടികളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനും അവർക്ക് മെച്ചപ്പെട്ട ശീലങ്ങൾ കൈവരിക്കാനും മോശം പ്രവണതകളിലേക്ക് പോകാതിരിക്കാനും ഇത് ഗുണകരമായിട്ടാണ് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് പിതാവിനോ മാതാവിനോ ഇത് ഈ കർമ്മം ചെയ്യാവുന്നതാണ്. രാവിലെ സമയത്താണ് ഇത് ചെയ്യേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു നിലവിളക്കിൻ്റെ ആവശ്യമുണ്ട്. 5 തരം പൂക്കളുടെ ആവശ്യമുണ്ട്. 1 കാക്കപ്പൂവ്, 2 കറുകപ്പുല്ല്, 3 തുളസിയില, 4 നിലപ്പന, 5 നീലാമരി. ഇത്രയും കാര്യങ്ങളുടെ ഇല എടുക്കുക. അതിൽ കാക്കപ്പൂവ് മാത്രം പൂവെടുക്കുക. ബാക്കി ഉള്ളതെല്ലാം ഇലയോട് കൂടിയിട്ടാണ് എടുക്കേണ്ടത്. ഇവ എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ചിലപ്പം ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടിയില്ല എന്ന് വരും. എങ്കിൽ തുളസി ഇല മാത്രം വെച്ച് നമുക്കിത് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. വേറെ ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ തുളസി ഇല എന്നുള്ള ഇത് വെച്ച് നമുക്ക് ചെയ്യാം.
പക്ഷേ ഇത് എല്ലാം കിട്ടാമെങ്കിൽ നല്ലതാണ്. എന്നാൽ ഇനി ഇതിൽ നിങ്ങൾക്ക് 3 കാര്യങ്ങളെ കിട്ടിയിട്ടുള്ളൂ എന്ന് വെച്ചാൽ ആ 3 കാര്യങ്ങൾ എടുക്കരുത്, പകരം തുളസി ഇല മാത്രം എടുക്കുക. ഒന്നുകിൽ ചെയ്യുമ്പോൾ 5 കാര്യങ്ങൾ എടുക്കുക, ഇല്ലെങ്കിൽ തുളസി ഇല മാത്രം എടുക്കുക എന്നുള്ള രീതിയാണ്. ഒരു നിലവിളക്ക് തെളിയിച്ചു വെച്ചിട്ട് നമ്മൾ കുട്ടിയെ കിഴക്ക് നിന്ന് പടിഞ്ഞാറ്റേക്ക് ഇരുത്തണം. നമ്മൾ കിഴക്കോട്ടിരിക്കണം. അതായത് ആശീർവദിക്കാനിരിക്കുന്ന ആള് കിഴക്കോട്ട് ഇരിക്കണം, കുട്ടി കിഴക്കുന്ന് പടിഞ്ഞാറ്റേക്ക് ഇരിക്കണം. അതൊരു പലകമേലിരിക്കാം, അല്ലെങ്കിൽ പായയോ കനത്ത തുണിയോ വിരിച്ചിട്ട് അതിൻ്റെ പുറത്തിരിക്കാം. എന്നിട്ട് നമ്മുടെ മുന്നിലേക്ക് ഒരു വിളക്ക് വയ്ക്കണം. വിളക്ക് വയ്ക്കുമ്പോൾ ഒരു വാഴയില കിഴക്കോട്ട് തുമ്പ് വരത്തക്ക രീതിയിൽ, തുമ്പില എന്ന് നമ്മൾ പറയും, നാക്കില എന്ന് പറയില്ലേ, ആ നാക്കില വച്ചിട്ട് അതിൽ 5 തിരിയിട്ട വിളക്ക് വയ്ക്കണം. 5 തിരിയിട്ട വിളക്ക് വെച്ചിട്ട് ആണ് നമ്മൾ ഈ കർമ്മം ചെയ്യേണ്ടത്. ഇനി ആദ്യമായിട്ട് ചെയ്യേണ്ടത് കയ്യിലേക്ക് കുറച്ച് ജലം പകർന്ന്, പുണ്യാഹം ഉണ്ടാക്കാൻ അറിയാമെന്നുള്ളവർക്ക് പുണ്യാഹം ഉണ്ടാക്കിയിട്ട് കുട്ടിയുടെ ദേഹത്തേക്ക്, മുന്നിലിരിക്കുന്ന കുട്ടിയുടെ ദേഹത്തേക്ക് 3 വട്ടം കുടയാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, കുളിച്ച് ശുദ്ധമായിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. കുട്ടിക്ക് ആൺകുട്ടിയാണെങ്കിൽ മുണ്ടുടുപ്പിച്ചിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. പെൺകുട്ടിയാണെങ്കിൽ ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് ഇരുത്തുക. ഇത് കർമ്മം ചെയ്യാനിരിക്കുന്ന ആള് പുരുഷനാണെങ്കിൽ മേൽവസ്ത്രം ഉപയോഗിക്കാൻ പാടില്ല. സ്ത്രീയായാലും പുരുഷനായാലും അടിവസ്ത്രം പാടും. സ്ത്രീകൾ ഇപ്പം സാരിയോ ശുഭ്രമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് വേണം ആശീർവദിക്കാതിരിക്കാൻ. ഒരിക്കലും നൈറ്റിയോ ഒന്നും ഇട്ടുകൊണ്ട് വന്ന് ആശീർവാദം ചടങ്ങിന് ഇരിക്കരുത്. അപ്പോൾ കുട്ടിയെ ജലം തളിച്ച് വന്ന് ശുദ്ധീകരിക്കുക. ഓം 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 എന്ന് പറഞ്ഞ് ജലം തെളിച്ച് 3 വട്ടം ജലം തെളിച്ച് കുട്ടിയെ ഒന്ന് ചെറുതായിട്ട് കുടഞ്ഞാൽ മതി. കുറേ വെള്ളം കോരി ഒഴിക്കുകയൊന്നും ചെയ്യില്ലേ. കുളിച്ച് വന്നിരിക്കുന്ന കുട്ടിയാണ്, ചെറുതായിട്ടൊന്ന് കുടഞ്ഞ് ആ കുട്ടിയെ ശുദ്ധീകരിക്കുക. എന്നിട്ട് കുറച്ച് ചന്ദനം എടുത്ത് നെറ്റിയിൽ കുട്ടിക്ക് അണിഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഈ പറഞ്ഞ 5 തരം പൂക്കൾ അല്ലെങ്കിൽ തുളസി ഇല ഇതെടുത്തിട്ട് കുറച്ച് ജലം ഇതിലേക്ക് തളിക്കണം. നമ്മുടെ വലത് കയ്യിലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് ഇങ്ങനെ തളിക്കണം. അല്ലെങ്കിൽ വെള്ളം നനച്ചെടുത്തിട്ട് ഇങ്ങനെ പിടിക്കണം. വെള്ളം ചെറിയ നനവുണ്ടാവണം, അങ്ങ് കുതിർത്തെടുക്കരുത്, ചെറിയ നനവുണ്ടാവണം. എന്നിട്ട് നമ്മൾ വിളക്കിന് മുകളിലേക്ക് കാണിക്കണം. ഈ വിളക്ക് ഇങ്ങനെ ഇരിക്കുന്നു, അതിന് മുകളിൽ ഇങ്ങനെ കാണിച്ചിട്ട് ഈ മന്ത്രം ജപിക്കണം. മന്ത്രം ഞാൻ എഴുതി കാണിക്കാം. ഓം ശരണാഗത വത്സലായ തത്പുരുഷായ സന്താന ഗുണവർദ്ധകായ ഇന്ദ്രാദിന്ദ്ര മൂർത്തയേ സ്വസ്തി സ്വസ്തി. അപ്പോൾ ഇതൊന്നുകൂടി മന്ത്രം പറഞ്ഞുതരാം. ഓം ശരണാഗത വത്സലായ തത്പുരുഷായ സന്താന ഗുണവർദ്ധകായ ഇന്ദ്രാദിന്ദ്ര മൂർത്തയേ സ്വസ്തി സ്വസ്തി. ഇങ്ങനെ 7 വട്ടം നമ്മൾ പറയണം. 7 വട്ടം പറയണം ഇതേ മന്ത്രം. പറഞ്ഞിട്ട് നമ്മൾ വിളക്കിന് ഇങ്ങനെ ഒന്ന് ഒഴിയണം. വിളക്കിൻ്റെ മുകളിലാണ് കേട്ടോ. ഇങ്ങനെ 3 വട്ടം ഒഴിയണം. 3 വട്ടം ഒഴിഞ്ഞിട്ട് ഈ പൂക്കൾ കുട്ടിയുടെ ശിരസിലേക്ക് ഇങ്ങനെ വച്ച് നമ്മളെ ഇരു കൈ കൊണ്ട് അമർത്തിപ്പിടിക്കണം. അമർത്തിപ്പിടിച്ചിട്ട് വീണ്ടും 3 വട്ടം ഇതേ മന്ത്രം ജപിക്കണം. മന്ത്രം അറിയാമല്ലോ, ഇതേ മന്ത്രം 3 വട്ടം ജപിച്ച് കഴിഞ്ഞിട്ട് സ്വസ്തി 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 എന്ന് 7 വട്ടം കൈ അവിടെ തന്നെ വച്ചിട്ട് ജപിക്കണം. എന്നിട്ട് കുട്ടിയുടെ അപ്പോൾ ശിരസിലുണ്ടാവും കുറച്ച് പൂക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ശിരസിലിരിക്കുന്ന പൂക്കളെ അവൻ്റെ അടുത്ത് തന്നെ കൈകൊണ്ട് അല്ലെങ്കിൽ അവളുടെ അടുത്ത് തന്നെ എടുത്തിട്ട് ഒന്ന് മണപ്പിച്ചിട്ട് പുറകിലേക്ക് ഇടാൻ പറയണം. ശിരസിലിരിക്കുന്ന പൂക്കളെ എടുത്ത് ഒന്ന് മണപ്പിച്ചിട്ട് പുറകിലേക്ക് ഇടാൻ പറയണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുട്ടിയുടെ നെറ്റിയിൽ ഒരു ചന്ദന അണിഞ്ഞു കൊടുക്കണം. ചന്ദന അണിഞ്ഞിട്ട് വരുത്താറുണ്ട്, ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കുട്ടിയുടെ നെറ്റിയിൽ ഒരു ചന്ദനം അണിഞ്ഞു കൊടുക്കണം. എന്നിട്ട് കുട്ടിയുടെ അടുത്ത് പോയി നന്നായിട്ട് നമ്മൾ ഈ വെള്ളമൊക്കെ തലയിൽ കാണും, ഒന്ന് തലയൊക്കെ തുടച്ച് വന്നോളാൻ പറയണം. എന്നിട്ട് തല തുടച്ച് വന്ന ഉടനെ കുറച്ച് ജലമെടുത്ത് മഞ്ഞളിട്ട വെള്ളം, അതായത് ജലത്തിൽ കുറച്ച് മഞ്ഞളിട്ട് ഇളക്കി ആ കുട്ടിയെടുത്ത് 3 വട്ടമായിട്ട് സ്വയം കാലിലൊഴിക്കാൻ പറയണം. നമ്മൾ കാണിച്ചു കൊടുത്താൽ മതി. കുട്ടി അതിൽ നിന്ന് കപ്പിലോ മറ്റോ കോരി അവൻ്റെ കാലിലേക്ക് ഒഴിക്കും. എന്നിട്ട് വന്നിട്ട് വിളക്കിന്, നമ്മൾ ഈ തെളിയിച്ച് വെച്ചിരിക്കുന്ന വിളക്കിന് അത് 3 വട്ടം വലം വയ്ക്കാൻ പറയണം. വലം വെച്ചിട്ട് ഈ നമ്മൾ ഇരുന്ന ഭാഗത്ത്, അതായത് ഈ സ്വസ്തി പറയാനിരുന്ന ആൾ, മുതിർന്ന ആളിരുന്ന സ്ഥാനത്ത് കിഴക്കോട്ട് നോക്കിയിട്ട് അവിടെ വന്നിട്ട്, അതായത് അപ്പോൾ കിഴക്കോട്ട് കുട്ടി ആയിക്കഴിഞ്ഞു, കുട്ടി ചുറ്റി വന്ന് 3 വട്ടം വന്ന് കുട്ടി കിഴക്കോട്ടായി കഴിഞ്ഞു. കിഴക്കോട്ട് നോക്കിയിട്ട് കുറച്ച് പൂക്കൾ അവൻ്റെ കൈ കൊടുക്കണം. ഏത് തരം പൂക്കൾ, തുളസിയിലായാലും മതി. അവൻ്റെ അടുത്ത് നന്നായിട്ട് ഇന്ദ്രനെ മനസ്സിൽ കണ്ടിട്ട് ഓം ഹ്രീം ഇന്ദ്രായ നമഃ എന്ന് ജപിച്ച് ആ വിളക്കിൻ്റെ ചുവട്ടിലേക്ക് ആ തുളസിയില അർപ്പിക്കാൻ പറയണം. എന്നിട്ട് പതിയെ അത് തൊട്ട് തൊഴുത് പിന്നെ വിളക്ക്
നമുക്ക് പൂക്കഴുത്തുകൊണ്ടോ മറ്റോ തുളസിയില വെച്ചാൽ മറ്റൊരു പൂക്കഴുത്തുകൊണ്ട് ആ വിളക്ക് കെടുത്തിക്കണം. ഇതാണ് അതിൻ്റെ രീതി. ഇത് സ്വസ്തി എന്ന് പറയുന്ന രീതിയാണ്. പണ്ട് മുതലേ നമ്മുടെ തറവാടുകളിൽ ആചരിച്ചു പോന്നിരുന്ന ഒരു കാര്യമാണ്. സാധാരണ എഴുത്തിനെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആശാൻ പള്ളിക്കൂടത്തിലൊക്കെ വിദ്യാരംഭം കുറിക്കാൻ പോകുമ്പോൾ അന്ന് അത് പ്രാദേശികമായിട്ടുള്ള ചടങ്ങാണ്, എല്ലായിടത്തും ഉണ്ടെന്ന് നമുക്കിപ്പോഴും അഭിപ്രായമില്ല. എന്നാൽ അറിയാവുന്ന ആൾക്കാർ ഈ ഒരു ചടങ്ങ് ചെയ്യും. ഇതിന് മറ്റ് ചില രീതികളിൽ ചടങ്ങ് ചെയ്യുന്നവർ, വെറുതെ കൈവച്ച് അനുഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ പൂർണ്ണവിധി. കുട്ടികൾ നല്ല രീതിയിൽ പഠനത്തിലെ പുരോഗതി നേടാനും അവർക്ക് ദുഷ്ടബുദ്ധികളൊന്നും തോന്നാതിരിക്കാനും അവരുടെ ജീവിതം വളരെ ഗുണപരമായിട്ട് മാറാനും ഇത് ഉപകരിക്കും. ഒപ്പം തന്നെ വീട്ടിലെ അന്തരീക്ഷം നമ്മളെപ്പോഴും സമാധാനപൂർണ്ണമാക്കണം. കുട്ടികൾ മോശപ്പെട്ട വഴികളിലേക്ക് പോകാനുള്ള സാധ്യതകൾ അടയ്ക്കണം. നമ്മുടെ മത്സര ബുദ്ധികളൊന്നും കുട്ടികളിൽ അടിച്ചേൽപ്പിക്കരുത്. കുട്ടികളെ വെറുതെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ആ കുട്ടിയെ വെറുതെ ഇട്ട് കഷ്ടപ്പെടുത്തുക, ഒരു മാർക്ക് കുറഞ്ഞതിൻ്റെ പേര് അതിക്രൂരമായിട്ട് അപമാനിക്കുക, ശിക്ഷിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. കുട്ടികളുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കണം. കുട്ടികൾ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ വഴക്ക് പറഞ്ഞ് തിരുത്താനും നമ്മൾ തയ്യാറാകണം. അങ്ങനെ നല്ല വഴികൾ കാണിച്ചു കൊടുക്കുന്ന ഒരു പാരന്റിങ് നമ്മുടെ പക്ഷത്തിൽ ഇതിനോടൊപ്പം തന്നെ വേണം. അല്ലാതെ ആശീർവാദം മാത്രം കൊണ്ട് എല്ലാം നേടുമെന്ന് പറയുന്നില്ല. കുട്ടിയുടെ ജനറ്റിക് ആയിട്ടുള്ള ചില പ്രവണതകളുണ്ട്, അത് നമ്മുടെ അന്തരീക്ഷം കൊണ്ട് നമ്മൾ ചിലപ്പോൾ മാറ്റിയെടുക്കുന്നത്. നമ്മൾ എത്ര ചെയ്താലും ചില വയലൻസ് പ്രകൃതമുള്ള കുട്ടികളെ നമ്മൾ കാണാറില്ലേ. അപ്പോൾ അത് ആ അന്തരീക്ഷം സമാധാനത്തിൻ്റെതായിട്ട് ഒരുക്കിയിട്ട് നമ്മളതിനെ മാറ്റിയെടുക്കണം. ചില കുട്ടികളുടെ വയലൻസിന് ചിലപ്പം അതിൻ്റെ മാനസികമായിട്ടുള്ള തലത്തിൽ ചിലപ്പോൾ ചില ചികിത്സകളൊക്കെ വേണ്ടി വരും. അങ്ങനെയുള്ള കുട്ടികളിലാണെങ്കിൽ അങ്ങനെ കൗൺസിലിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. സാമാന്യമായിട്ടുള്ളൊരു കുട്ടിയിൽ ദുർഗുണങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ഇത് ഏറെ നല്ലൊരു വഴിയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുണ്ടെങ്കിൽ അതിനെ നല്ല വഴിക്ക് നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു ഏജിനകത്താണെങ്കിൽ ഇത് ചെയ്തോളൂ, വളരെ ഗുണകരമായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മാത്രമല്ല നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അതിനായിട്ട് ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ, റെക്കമെൻഡേഷനൊക്കെ യൂട്യൂബ് നിങ്ങൾക്ക് അയച്ചു തരികയുള്ളൂ. എങ്കിലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസിൽ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി. അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചേൽക്കുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദന മഠം. നമസ്തേ.